Hi dear students, this is Asha SP, Assistant Professor of Don Bosco College and welcome to Bosco Campus Vision. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പെനാൽറ്റി ഒഫൻസസ് ആൻഡ് പ്രോസിക്യൂഷൻ എന്ന മൊഡ്യൂളായിട്ട് വന്നിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ടേബിളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പെനാൽറ്റി അണ്ടർ സെക്ഷൻ 270A, അണ്ടർ സെക്ഷൻ 221, അണ്ടർ സെക്ഷൻ 271A and under section 271AA. And today we are going to discuss some more portions relating to penalty. ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്തില്ല, വിഷമിക്കേണ്ട, കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു പോയാൽ മതി. ഓക്കെ, സോ അപ്പോൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ബാലൻസ് പോർഷൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ പോർഷൻസ് അല്ലെങ്കിൽ ഈ പെനാൽറ്റിയുടെ പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഈ സെക്ഷൻസ് അനുസരിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ആ സെക്ഷൻസ് അനുസരിച്ച് തന്നെ നിങ്ങളും പഠിച്ചു പോവാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 271A വരെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് under section 271B. Under section 271B. Okay, so let's begin with today's class. അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്ത് നോട്ട്സ് എഴുതാൻ റെഡി ആയിട്ടിരുന്നോളൂ. സോ നമ്മൾ എന്താ പറയുക, ആദ്യം സീരിയൽ നമ്പർ, ദെൻ the situation, the next one is the section, then അടുത്തത് amount of penalty. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് the next one is section 271B, failure to get the accounts audited. Section 271B, capital letter B ആണ്. നമ്മൾ എഴുതുന്ന എല്ലാ സെക്ഷൻസും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ, section 271B. Section 271B, failure to get the accounts audited. Then അതിന്റെ amount of penalty എന്ന് പറയുന്നത് 0.5% of the amount of sales or turnover or rupees 1 lakh, whichever is higher. Okay, അതായത് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓഡിറ്റ് ചെയ്യേണ്ടത് ഒരു കമ്പൽസറി പ്രോസസ്സാണ്. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ then 0.5% of the amount of sales or turnover അത് ഈക്വൽ ആണ് അതിന്റെ ഹാഫ്, or rupees 1 lakh, whichever is less is paid by the assessee as the amount of penalty. അപ്പോൾ ഇത് നിങ്ങൾ ടേബിൾ ആയിട്ടാണ് നമ്മൾ വരച്ചു വരുന്നത്. സോ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതണം, if the assessee is failed to get the accounts audited under section 271B, then the assessing officer shall impose an amount of penalty for 0.5% of the amount of total sales or total turnover or rupees 1 lakh, whichever is less. Are you clear? Whichever is less. So the next one is failure to subscribe the amount of capital. Failure to subscribe the amount of capital under section 271B. ഇത് capital letter B ആണ്. അതായത് നമുക്ക് ക്യാപിറ്റൽ നമ്മൾ കണ്ടിട്ടില്ലേ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇവിടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന, എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്ന ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ an amount of penalty shall be imposed by the income tax authority. എത്ര രൂപയാണോ ആ പർട്ടിക്കുലർ അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ, അതായത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോർഷനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം, അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ ഓഫ് പെനാൽറ്റി, ആ സം ഈക്വൽ ടു ദി 12% ഓഫ് ദി അൺസബ്സ്ക്രൈബ്ഡ് പോർഷൻ. ഓക്കെ, ഞാൻ എത്രയാണോ അൺസബ്സ്ക്രൈബ് ചെയ്യാത്തത് ആ പർട്ടിക്കുലർ എമൗണ്ടിൽ 12% ആയിരിക്കും ഇൻകം ടാക്സ് അതോറിറ്റി പെനാൽറ്റി ആക്ട് ഇമ്പോസ് ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 271B. ഓക്കെ, ഇനി അടുത്തതെന്നാണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഫെയിലിയർ ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ്, വിച്ച് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 271C. ഫെയിലിയർ ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ്, അതായത് ഒരു പർട്ടിക്കുലർ ഇതിനെ ടാക്സ് ഡിഡക്ട് ചെയ്തില്ല, TDS ഡിഡക്ട് ചെയ്യാതെ ആ മുഴുവൻ എമൗണ്ടും അസസിയുടെ കയ്യിൽ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ സം ഈക്വൽ ടു ദ ടാക്സ് നോട്ട് ഡിഡക്റ്റഡ് ബൈ ദി അസസി ഷാൽ ബി ഇമ്പോസ്ഡ് ബൈ ദി the amount of penalty imposed by the concerned authority. Are you clear? എത്രയാണോ ടാക്സ് ഡിഡക്ട് ചെയ്യാത്തത് ആ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും പെനാൽറ്റി ആയിട്ട് അസസി അടയ്ക്കേണ്ടത്. ഓക്കെ, സെക്ഷൻ 271C.
So the next one is failure to collect tax at source. Failure to collect tax at source under section 271 CA, not AC, CA. ഇവിടെയും sum equal to the amount of tax not collected by the assessee shall be the amount of penalty imposed by the income tax authority. അപ്പോൾ ഇന്ന് നമ്മൾ 4 sections ആണ് ഡിസ്കസ് ചെയ്തത്. സെക്ഷൻ 271B, സെക്ഷൻ 271BB, സെക്ഷൻ 271C ആൻഡ് സെക്ഷൻ 271CA. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയില്ലേ, അതിൻ്റെ ബാലൻസ് ആയിട്ട് ഈ 4ഉം എഴുതി വെക്കുക. ആദ്യം ഐറ്റം, ദെൻ സെക്ഷൻ, ദെൻ ദി എമൗണ്ട് ഓഫ് പെനാൽറ്റി. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടുഡേയ്സ് സെഷൻ. ദിസ് ഇസ് ആശ SP signing off from Fosco Campus Station.